സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹം മരിച്ചതറിഞ്ഞു. അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നറിയാൻ ഞാൻ 41 ദിവസത്തെ ഉപവാസം തീരുമാനിച്ചു. വെറും ചായ മാത്രം കഴിച്ചുകൊണ്ട് ഉപവാസം തുടർന്നു. ഓഫീസിലും ഹോസ്റ്റലിലും അത് കോളികളൊക്കെ സൃഷ്ടിച്ചു. 34-ാമത്തെ ദിവസം വെള്ള വസ്ത്രത്തിൽ അത്യധികം ശോഭയോടെ മൊയ്തീനെ ഞാൻ കണ്ടു. മോളെ, ഉപവാസം നിർത്തൂ, ഞാൻ നല്ല നിലയിലെത്തി എന്ന് പറഞ്ഞ് മൊയ്തീൻ അപ്രത്യക്ഷനായി. ഒഴുകാണ്. ഞാൻ പിൽക്കാലത്ത് ആത്മീയതയുടെ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. മരിച്ചവരെ കാണുന്നത് ഒരു അത്ഭുതമായി എനിക്ക് തോന്നിയില്ല. സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ മൊയ്തീനെ കാണുന്നു. മൊയ്തീൻ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. എന്താണിത് എന്നറിയാൻ നാട്ടിലേക്ക് വിളിച്ചു. ആരും ഫോൺ എടുക്കുന്നില്ല. അന്ന് ആർക്കും മൊബൈൽ ഫോണില്ലല്ലോ. 3-ാം ദിവസം ചന്ദ്രേട്ടൻ വിളിച്ചു. മൊയ്തീൻ്റെ ഉമ്മ മരിച്ചു പോയി എന്നറിയിച്ചു. അപ്പോൾ നമുക്കറിയാതെ മൊയ്തീൻ്റെ നിറഞ്ഞ കണ്ണ് കാണുകയുള്ളൂ. മൊയ്തീൻ്റെ കണ്ണ് നിറഞ്ഞ ദിവസമായിരുന്നു മരണം നടന്നത്. മൊയ്തീൻ ഒരു ദേവദൂതനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ആത്മീയതയുടെ ആഴത്തിലുള്ള പഠനത്തിൽ നിന്ന് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. അദ്ദേഹം വരുമ്പോഴും പോകുമ്പോഴും കാണിക്കുന്ന കൈയടയാളം വളരെ മഹത്തായ മുദ്രകളായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിക്കാനും പ്രവർത്തിക്കാനും ഒരു സാധാരണ മനുഷ്യന് കഴിയുന്നു. എൻ്റെ ഇന്നത്തെ ശക്തമായ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിനും ശക്തിക്കും പിന്നിൽ ആ മനുഷ്യൻ്റെ അനുഗ്രഹമാണ്. എനിക്ക് കിട്ടിയ രാഷ്ട്രപതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡറിന് പിന്നിൽ പോലും ആ അദൃശ്യകരങ്ങളാണെന്ന് എനിക്ക് ഉറപ്പാണ്.